അറിയാം, ഇത് ക്രിസ്മസ് ആയിട്ടില്ല, പക്ഷെ കുറച്ച് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ ക്രിസ്മസ് ആവാൻ വേണ്ടി. ഇന്ന് നമ്മൾ ഡേ 14 നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റുമോ? 1 മുതൽ 14 വരെ നമ്മൾ ഇത്ര പെട്ടെന്ന് വന്നു. ഞങ്ങൾ ഈ ടാസ്ക് ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? എന്തായാലും ബൈബിൾ വേഴ്സ് പഠിക്കുകയും ടാസ്ക് ചെയ്യാൻ വേണം കേട്ടോ നിങ്ങളുടെ വീട്ടില്, ചെറുതായിട്ടെങ്കിലും. ഓക്കെ, അപ്പൊ ഇന്ന് 14th. നമുക്ക് 14ലെ ബൈബിൾ വേഴ്സും ടാസ്കും എന്താന്ന് നോക്കാം. ഇതൊന്നും മാറ്റുകയാണ്, കാരണം എനിക്ക് വരെ കണ്ടു കാണുന്നില്ല. Okay, day 14 task. Read the birth of Christ in the Bible with your siblings. Okay, ഞാനാണെങ്കിൽ എനിക്കത് വായിക്കണം എന്നുണ്ടായിരുന്നു ബൈബിളിൽ, പക്ഷെ ഓരോ ദിവസം എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് കറക്റ്റ് ഒക്കേഷൻ ആണ് നമ്മുടെ ബർത്ത് ഓഫ് ജീസസ് വായിക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ബൈബിൾ വേഴ്സ് ഉണ്ട്, അതാണ് ഇന്നത്തെ നമ്മുടെ ഡെയിലി ബൈബിൾ വേഴ്സ് കേട്ടോ. Today your savior was born in David's town. He is called Christ the Lord. Luke 2:11. ഞാൻ ഒന്നുകൂടെ വായിക്കാം കേട്ടോ. Today your savior was born in David's town. He is Christ the Lord. Luke 2:11. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബൈബിൾ വേഴ്സ്, ഇതാണ് ടാസ്ക്. നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വായിക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും, ചെറിയ പിള്ളേരായിരിക്കും. നിങ്ങളുടെ പാരന്റ്സിനോട് പറയണം ബർത്ത് ഓഫ് ജീസസ് വായിക്കണം. അത് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പാരഗ്രാഫാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോയിരുന്ന് ബൈബിള് വായിക്കാം. നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണ്ടേ? ഇതാട്ടോ ഞങ്ങളുടെ പ്രെയർ കോർണർ പോലെ. ഇവിടെയാണ് ഞങ്ങളുടെ എല്ലാ ഫോട്ടോകളും പിന്നെ നമ്മളെ കൊന്തയും ബൈബിളും ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ബൈബിള് വായിച്ച് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ്. ഞാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എടുക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ മത്തായി 1-ാം-അധ്യായം 18 മുതലുള്ള വാക്യങ്ങളാണ് ഇത് വന്നിരിക്കുന്നത്. യേശുവിന്റെ ജനനം നാട്ടോ അതിന്റെ ഹെഡിങ്ങും. അപ്പൊ നമുക്കത് വായിക്കാം. എനിക്ക് കറക്റ്റ് ഭയങ്കര ഫ്ലുവന്റ്ലി ഇപ്പൊ ഇത് വായിക്കാൻ പറ്റത്തില്ല എന്നാണ് തോന്നുന്നത്, പക്ഷെ ഞാൻ ട്രൈ ചെയ്യാം. മത്തായി 1-ാം-അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. യേശുവിന്റെ ജനനം. യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിനു മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനായാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്നു കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തു. പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. നമ്മുടെ കർത്താവിന് ഓക്കെ, എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് ഇത്രയും ഫ്ലുവന്റ് ആയിട്ട് വായിക്കാൻ പറ്റുന്നത്. പക്ഷെ ബൈബിൾ ആയതുകൊണ്ട് നന്നായിട്ട് ഞാൻ വായിച്ചു എന്നാണ് തോന്നുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു യേശുവിന്റെ ജനനം ഞാൻ മൊത്തം വായിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും
വേറെ പാർട്സ് ഉണ്ട് ഈശോയുടെ ജനനം ഈ ബൈബിളിൽ പറയുന്നത്. പക്ഷെ ഇതാണ് യേശുവിന്റെ ജനനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫുൾ പാരഗ്രാഫ് വായിച്ചു. അപ്പൊ 14th ഡേയുടെ നമ്മുടെ ടാസ്ക് ഞാനിപ്പോ കംപ്ലീറ്റ് ചെയ്തു. ആദ്യം മനസ്സിലായില്ലേ ഇത് ഈശോയുടെ ജനനം? അത് ഇങ്ങനെയാണ് സംഭവിച്ചത് സത്യം പറയുവാണെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മുടെ ഡേ 40 ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഡേ 15 കാണാം. ബൈ ബൈ.